കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കാലിച്ചാനടക്കം ശാസ്താംപാറയിൽ വീട് തകർന്നു. ശബ്ദം കേട്ടയുടൻ അകത്തുണ്ടായിരുന്ന ദമ്പതികൾ ഓടി പുറത്തിറങ്ങിയതിനാലാണ് തലനാരിഴ വ്യത്യാസത്തിൽ അപായം ഒഴിവായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് പ്രദേശമായ ശാസ്താംപാറയിലെ VI ജോസിന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. കനത്ത കാറ്റും മഴയും വന്ന നേരം അപ്രതീക്ഷിതമായി മേൽക്കൂര മൊത്തമായും തകർന്നടിയുകയായിരുന്നു. വീടിനകത്തുണ്ടായിരുന്ന ജോസും ഭാര്യ മേരിയും ശബ്ദം കേട്ടയുടൻ ഓടി പുറത്തിറങ്ങിയതിനാലാണ് ആളപായം ഒഴിവായത്. തലനാരിഴ വ്യത്യാസത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണിവർ. അയൽക്കാർ ഓടിയെത്തുമ്പോഴേക്കും മേൽക്കൂര പാടെ അപ്രത്യക്ഷമായിരുന്നു. അറിഞ്ഞിടത്തോളം പറയത്തക്ക കാലപ്പഴക്കമില്ലാത്തതാണ് വീടെന്നും പിന്നെന്താണ് മേൽക്കൂരയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അറിയില്ലെന്നുമാണ് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ഷീജ പറയുന്നത്. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ശാസ്താംപാറ താമസിക്കുന്ന ജോസേട്ടൻ്റെ വീട് ഇന്നലത്തെ മഴയിൽ രാത്രി ഏകദേശം 8 മണിയോടെ അതിശക്തമായൊരു ബഹളം സൗണ്ട് കേട്ടതുകൊണ്ട് അവർ പുറത്തേക്ക് ഓടി പിന്നെ നോക്കുമ്പോഴാണ് ഈ വീടിന് മേൽക്കൂര മുഴുവൻ താഴത്തേക്ക് നിലം പൊത്തിയിരിക്കുകയാണ്. അവർ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്ന അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു ശാസ്താംപാറ പ്രദേശം. വീടിന്റെ അടുക്കള ഭാഗത്തും മുൻഭാഗത്തുമായുള്ള ഷീറ്റ് മേൽക്കൂരകൾ നിലംപതിക്കുകയോ തകർച്ച ബാധിക്കുകയോ ചെയ്തിട്ടില്ല. വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ തായന്നൂർ വില്ലേജ് ഓഫീസർ അജിത് കുമാർ സ്ഥലത്ത് നേരിട്ടെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിരുന്നു. എത്രയും വേഗത്തിൽ തന്നെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് വാർഡ് മെമ്പറും സ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ കാലിച്ചാനടക്കം സെന്റ് ജോസഫ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ വീടിന്റെ ചുമർഭാഗം സംരക്ഷിച്ചു നിർത്താനായി മുകളിൽ ഷീറ്റ് വിരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം.